ഗംഗാജലം കുടിച്ചാൽ പുണ്യമാണെന്നാണ് പറയുന്നത്. ഈ നദികളൊക്കെ മഞ്ഞുരുകി മലയുടെ മുകളിൽ നിന്നും താഴേക്കൊഴുകുമ്പോൾ അവ ഔഷധ ഗുണമുള്ള ഇലകളിലും വേരുകളിലുമൊക്കെ തട്ടി അവയെ തഴുകി താഴേക്ക് വരികയാണ്. പക്ഷേ താഴെ വരുമ്പോൾ അവയെ നമ്മൾ തന്നെ മലിനപ്പെടുത്തുന്നു. ഗംഗയും യമുനയും സരസ്വതിയും കാവേരിയും അങ്ങനെ എത്രയെത്ര നദികൾ. കാളിന്തി തന്നെയാണ് യമുന. ഈ കാളിന്തി നദി മുകളിൽ നിന്നും താഴേക്ക് ഒഴുകി വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഗംഗയുമായി സംഗമിക്കുന്നുണ്ട്. ആ പുണ്യസ്ഥലത്തിന് സംഗം എന്നാണ് പേര്. കാളിന്തി ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്തുവെന്നും കൃഷ്ണൻ കാളിന്തിയെ ഭാര്യയാക്കിയെന്നും കഥയുണ്ട്. കാളിന്തിയിൽ കൃഷ്ണന് 10 മക്കളുണ്ടായി എന്നും കഥ പറയുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ അനേകം ഭാര്യമാരിൽ ഒരുവൾ കാളിന്തി തന്നെയാണ്. പർവ്വതത്തിൻ്റെ പുത്രി പാർവതി, കൃഷ്ണൻ്റെ ഒരു ഭാര്യ കാളിന്തി. അപ്പോൾ മനുഷ്യർ മാത്രമല്ല കൃഷ്ണൻ്റെ ഭാര്യമാർ. പ്രകൃതിയും മനുഷ്യനും ലയിച്ചു ചേരുകയാണ്. അവിടെ വർഗവർണ്ണ ജാതി ഭേദമില്ലാതെ തന്നെ അവർ ഒരുമിച്ച് ചേരുകയാണ്. കാളിന്തിയുടെ നിറം കറുപ്പാണെന്നാണ് പറയുന്നത്. കറുത്ത അഴകുള്ള സുന്ദരിയായ യമുനാ നദി. ഈ യമുനാ നദിയെ, കാളിന്തിയെ ഒരിക്കൽ ബലരാമൻ വലിച്ചിഴച്ചു എന്ന് പറയുന്നുണ്ട്. കലപ്പ കൊണ്ട് വലിച്ചിഴച്ചു എന്ന്. ഒരിക്കൽ മദ്യപാനം ചെയ്ത് മദോന്മത്തനായ ബലരാമൻ ഗോപികമാരുമൊത്ത് കാളിന്തി തീരത്ത് രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബലരാമനൊരാഗ്രഹം, കാളിന്തി നദിയിൽ ജലക്രീഡ നടത്തണം. ബലരാമൻ കാളിന്തിയോട് പറയുന്നു, തൻ്റെ സമീപത്തേക്ക് വരിക, ആജ്ഞയാണ്. പക്ഷേ മദ്യപിച്ച് ഉന്മത്തനായ ഒരാളുടെ സമീപത്തേക്ക് വരാൻ തനിക്ക് സാധിക്കില്ല എന്ന് കാളിന്തി പറയുന്നു. ഇത് കേട്ട് ക്ഷുഭിതനായ ബലരാമൻ പെട്ടെന്ന് തന്നെ കലപ്പ കൊണ്ട് തൻ്റെ സമീപത്തേക്ക് കാളിന്തിയെ വലിച്ചിഴച്ചുകൊണ്ട് വരികയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കലപ്പ കൊണ്ട് വലിച്ചിഴച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആയുധം കൊണ്ട് ചാലുണ്ടാക്കി തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെ ചിന്തിക്കുന്നതാണ് യുക്തി. ഇതിനുശേഷം ബലരാമൻ ആ കാളിന്തിയിൽ ഗോപികമാരുമൊത്ത് ജലക്രീഡ നടത്തുകയാണ്. ഇങ്ങനെ കാളിന്തിയെക്കുറിച്ച് അനേകം കഥകൾ. കൃഷ്ണൻ്റെ നിറവും കറുപ്പ്, കൃഷ്ണൻ്റെ ഭാര്യയായ കാളിന്തിയുടെ നിറവും കറുപ്പ്. കറുപ്പിന് 7 അഴക്.